കോളിനർജിക് സിസ്റ്റം, അതായത് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. ഇതിൽ 2 ടൈപ്പ് റിസപ്റ്റേഴ്സ് ആണുള്ളത്, മസ്കാരനിക് റിസപ്റ്റേഴ്സും നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സും. മസ്കാരനിക് റിസപ്റ്റേഴ്സ് എന്ന് പറയുമ്പം M1, 2, 3, 4, 5 ഒക്കെ ഉണ്ട്. 4ഉം 5ഉം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. M1, 2, 3 ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മസ്കാരനിക് റിസപ്റ്റേഴ്സ്. പിന്നുള്ളത് നിക്കോട്ടിനിക് സിസ്റ്റമാണ്, അതായത് നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ്. അതിൽ NM റിസപ്റ്റേഴ്സും ഉണ്ട്, NN റിസപ്റ്റേഴ്സും ഉണ്ട്. ഓക്കെ, ഇനി മസ്കാരനിക് റിസപ്റ്റേഴ്സിനെ കുറിച്ച് ആദ്യം പറയാം. M1 റിസപ്റ്റേഴ്സ്, അത് സ്റ്റൊമക്കിലാണ് ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്. അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ HCl സെക്രീഷനാണ്. ഓക്കെ, അപ്പോൾ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കും M1ൻ്റെ ഓവർ ആക്ഷൻ ഉണ്ടായാൽ. M2 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മയോകാർഡിയത്തിനകത്താണ് അതുള്ളത്. അതിൻ്റെ ആക്ഷൻ അത് മെയിൻലി അത് AV നോഡിനകത്താണ്, പക്ഷേ SA നോഡിലും ഉണ്ടാവാം. SA നോഡിലും AV നോഡിലും ആണുള്ളത്, മെയിനായിട്ടും AV നോഡിൽ. അതിൻ്റെ ആക്ഷൻ ബ്രാഡികാർഡിയ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, പിന്നെ M3 റിസപ്റ്റേഴ്സ് മെയിനായിട്ട് കാണുന്നത് വാസ്കുലാർ സ്മൂത്ത് മസിൽസിൽ, വിസറൽ സ്മൂത്ത് മസിൽസിൽ, ഐസിൽ, എക്സോക്രൈൻ ഗ്ലാൻസിലൊക്കെയാണ് ഉള്ളത്. ഓക്കെ, M3 റിസപ്റ്റേഴ്സ് വാസ്കുലർ സ്മൂത്ത് മസിൽ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ വാസോ ഡൈലറ്റേഷൻ ഉണ്ടാക്കും. വിസറൽ സ്മൂത്ത് മസിൽ, അതായത് വിസറൽ സ്മൂത്ത് മസിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രോങ്കിയൽ സ്മൂത്ത് മസിൽ ഉണ്ട്, ഇൻറ്റസ്റ്റൈൻ്റെ അകത്തുള്ള സ്മൂത്ത് മസിൽ, പിന്നെ ബ്ലാഡറിൻ്റെ അകത്തുള്ള സ്മൂത്ത് മസിൽ, ഇതൊക്കെയാണ് വിസറൽ സ്മൂത്ത് മസിലുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ബ്രോങ്കിയൽ സ്മൂത്ത് മസിലിൽ M3 റിസപ്റ്റേഴ്സിൻ്റെ ആക്ഷൻ എന്ന് വെച്ചാൽ ബ്രോങ്കോ കൺസ്ട്രിക്ഷനാണ്. പിന്നെ ഇൻറ്റസ്റ്റൈൻ്റെ അകത്തും ബ്ലാഡറിൻ്റെ അകത്തും അത് പ്രോ കൈനറ്റിക് ആണ്, അതായത് സ്മൂത്ത് മസിൽ കൺട്രാക്ഷൻ കൂട്ടുന്നു. പിന്നത് ഐസിൻ്റെ അകത്ത് നമ്മുടെ ഐസിൽ സർക്കുലർ സ്മൂത്ത് മസിലാണ് ആക്ട് ചെയ്യുന്നത്, അങ്ങനെ മയസിസ് ഉണ്ടാക്കും. പിന്നെ എക്സോക്രൈൻ ഗ്ലാൻസിൽ അതിൻ്റെ സെക്രീഷൻസ് കൂട്ടും. ഇത്രയാണ് M3 റിസപ്റ്റേഴ്സിൻ്റെ അകത്തുള്ള ആക്ഷൻസ്. പിന്നെ നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ്, NM റിസപ്റ്റേഴ്സും NN റിസപ്റ്റേഴ്സും ഉണ്ട്. NM റിസപ്റ്റേഴ്സ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. NN റിസപ്റ്റേഴ്സ് നമ്മുടെ ഓട്ടോണമിക് ഗാംഗ്ലിയയിലാണ്. ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ അതിൻ്റെ ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സ്കെലിറ്റൽ മസിൽ കൺട്രാക്ഷൻ ആണ്. ഇത് മസ്കാരനിക് സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. നമ്മുടെ മസ്കാരനിക് റിസപ്റ്റേഴ്സിൻ്റെ അകത്തുള്ള അഗോണിസ്റ്റിക് ആക്ഷനുള്ള ഡ്രഗ്സും ആൻറ്റഗോണിസ്റ്റിക് ആക്ഷനുള്ള ഡ്രഗ്സും. M1-നകത്തുള്ള എഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓക്സോട്രിമോറിൻ. ആൻറ്റഗോണിസ്റ്റിക് ആക്ഷനുള്ളത് പൈരൻസെപ്പിൻ, ടിലൻസെപ്പിൻ. M2-ൻ്റെ അകത്ത് എഗോണിസ്റ്റിക് ആക്ഷനുള്ളത് മെഥക്കോളിനാണ്. ആൻറ്റഗോണിസ്റ്റിക് ആക്ഷൻ മെത്തോക്ട്രമിൻ, ട്രിപ്റ്റമിൻ. പിന്നെ ഈ മെഥക്കോളിൻ എന്ന് പറയുന്നത് M3-ലും ചെറിയ ആക്ഷൻ ഉണ്ട്, നോർമൽ ആൾക്കാരിലൊന്നും ആക്ട് ചെയ്യത്തില്ല. ആസ്മയുള്ളവർക്ക് ചെറിയ ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മെഥക്കോളിൻ ചലഞ്ച് ടെസ്റ്റ്, ആസ്മയ്ക്കകത്ത് മെഥക്കോളിൻ ചലഞ്ച് ടെസ്റ്റ് ഉണ്ട്. ആ മെഥക്കോളിൻ ചലഞ്ച് ടെസ്റ്റിൽ ആസ്മ ഉണ്ടെങ്കിൽ അവർക്ക് ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ഉണ്ടാവും, സിംറ്റംസ് ഉണ്ടാവും. അത് M3-ലുള്ള ആക്ഷൻ കാരണമാണ്, M2 അല്ല. M2 എന്ന് വെച്ചാൽ നമ്മുടെ മയോകാർഡിയത്തിലാണല്ലോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ M3-ൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ബ്രോങ്കിയൽ സ്മൂത്ത് മസിൽ, ഇൻറ്റസ്റ്റൈനിലെയും ബ്ലാഡറിൻ്റെയും സ്മൂത്ത് മസിൽ, വാസ്കുലാർ സ്മൂത്ത് മസിൽ, ഐസിൽ, പിന്നെ എക്സോക്രൈൻ ഗ്ലാൻസ്, ഇവിടെയൊക്കെയാണ്. സ്പെസിഫിക് ആയിട്ട് ബ്രോങ്കിയൽ സ്മൂത്ത് മസിലുള്ള M3 റിസപ്റ്റേഴ്സിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്ന ആൻറ്റഗോണിസ്റ്റാണ് ഇപ്രാട്രോപ്പിയം ബ്രോമൈഡ്. നമുക്കറിയാവുന്ന കാര്യമാണ്, സെലക്റ്റീവ് M3 ബ്ലോക്കറാണ് ഇപ്രാട്രോപ്പിയം ബ്രോമൈഡ്. അത് നമ്മൾ ആസ്മയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്രാട്രോപ്പിയം ബ്രോമൈഡ്. പിന്നെ ഇൻറ്റസ്റ്റൈൻ്റെ അകത്തും ബ്ലാഡറിൻ്റെ അകത്തുള്ള M3 റിസപ്റ്റേഴ്സിൽ അഗോണിസ്റ്റിക് ആക്ഷനുള്ള ഡ്രഗാണ് ബെഥനക്കോൾ. ഇൻറ്റസ്റ്റൈനിലും ബ്ലാഡറിലും M3 റിസപ്റ്റേഴ്സിൻ്റെ ആക്ഷൻ നമുക്കറിയാം, അത് പ്രോകൈനറ്റിക് ആണ്. അപ്പം അതിനകത്ത് എഗോണിസ്റ്റിക് ആക്ഷനുള്ള ഡ്രഗ്സ് എന്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം? കോൺസ്റ്റിപ്പേഷൻ്റെ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യാം, പോസ്റ്റ് ഓപ്പറേറ്റീവ് പാരലിറ്റിക് ഇലിയസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യാം, പോസ്റ്റ് ഓപ്പറേറ്റീവ് യൂറിനറി റിട്ടൻഷൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യാം. അതായത് ബെഥനക്കോൾ നമുക്ക് ഇതിനൊക്കെ യൂസ് ചെയ്യാം എന്നാണ്. അതേപോലെ ഇൻറ്റസ്റ്റൈൻ്റെ അകത്തെയും ബ്ലാഡറിൻ്റെ അകത്തെയും ആൻറ്റഗോണിസ്റ്റാണ് ഡാരിഫെനാസിൻ, സോളിഫെനാസിൻ. ഓക്കെ, M3-ൻ്റെ ആൻറ്റഗോണിസ്റ്റ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ ആക്ഷൻ എന്തുമായിരിക്കും? അത് നമ്മുടെ ഇൻറ്റസ്റ്റൈൻ്റെയും ബ്ലാഡറിൻ്റെയും മൂവ്മെൻറ്റിനെ കുറയ്ക്കും. അപ്പം നമുക്ക് M3 ആൻറ്റഗോണിസ്റ്റ് എന്തിന് യൂസ് ചെയ്യാം? ഡയറിയയുടെ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യാം, പിന്നെ ഓവർ ആക്റ്റീവ് ബ്ലാഡറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യാം. അപ്പോൾ ഡാരിഫെനാസിനും സോളിഫെനാസിനും ഡയറിയൻ്റെയും ഓവർ ആക്റ്റീവ് ബ്ലാഡറിൻ്റെയും ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യാൻ പറ്റും.
പിന്നെ വെസൈക്കോ സെലക്റ്റീവ് M3 ബ്ലോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്ലാഡറിൻ്റെ അകത്തുള്ള M3 റിസപ്റ്റേഴ്സിൽ മാത്രം ആക്ട് ചെയ്യുന്നത്. അപ്പം അതിന് ഇൻറ്റസ്റ്റൈനിൽ ആക്ഷൻ ഇല്ല. അതിൻ്റെ ആക്ഷൻ ബ്ലാഡറിൽ മാത്രമാണ്, ബ്ലാഡറിൻ്റെ അകത്തുള്ള സ്മൂത്ത് മസിലിൽ മാത്രമാണ്. ഓക്കെ, അത്രയും ഡ്രഗ്സ്, അതാണ് വെസൈക്കോ സെലക്റ്റീവ് M3 ബ്ലോക്കേഴ്സ്. ആ ഡ്രഗ്സ് ആണ് ഓക്സിബ്യൂട്ടിനിൻ, ഫ്ലവോക്സേറ്റ്, ടോൾടെറോഡിൻ, ഫെസോടെറോഡിൻ, ട്രോസ്പിയം, ഇത്രയൊക്കെയാണ്. പിന്നെ നമ്മുടെ സർക്കുലർ സ്മൂത്ത് മസിൽസ് ഓഫ് ഐസ്, അതിലുള്ള M3 റിസപ്റ്റേഴ്സിൻ്റെ അകത്തുള്ള അഗോണിസ്റ്റിക് ആക്ഷനുള്ള ഡ്രഗ്സ് ആണ് പൈലോകാർപ്പിൻ, എക്കോതയോഫേറ്റ്. അത് മയോസിസ് ഉണ്ടാക്കും. പിന്നെ M3 റിസപ്റ്റേഴ്സിൻ്റെ അകത്ത്, അത് ഐസിൻ്റെ അകത്ത്, ഐസിൽ സർക്കുലർ മസിൽസിലെ M3 റിസപ്റ്റേഴ്സിൽ ആൻറ്റഗോണിസ്റ്റിക് ആക്ഷനുള്ള ഡ്രഗ്സ് ആണ് നമ്മുടെ എട്രോപ്പിനും എട്രോപ്പിൻ സബ്സ്റ്റിറ്റ്യൂട്ട്സും. എട്രോപ്പിൻ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഹോമെട്രോപ്പിൻ, സൈക്ലോപെൻറ്റലേറ്റ്, ട്രോപ്പിക്കമൈഡ്. പിന്നെ എക്സോക്രൈൻ ഗ്ലാൻസിൻ്റെ അകത്ത് എക്സോക്രൈൻ ഗ്ലാൻസിൽ അഗോണിസ്റ്റിക് ആക്ഷൻ ഉള്ളത് പൈലോകാർപ്പിൻ, സെവിമലിൻ. ആൻറ്റഗോണിസ്റ്റിക് ആക്ഷൻ ഗ്ലൈക്കോപൈറലേറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു അപ്പോൾ ഇതാണ് നമ്മുടെ മസ്കാരനിക് സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ്, എഗോണിസ്റ്റിക് ആക്ഷനുള്ള ഡ്രഗ്സും ആൻറ്റഗോണിസ്റ്റിക് ആക്ഷനുള്ള ഡ്രഗ്സും.